സമകാലികം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് കോടതി നിരോധനം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് സംസ്ഥാനത്ത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തി. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധനം ബാധകമാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്. മലയോര വിനോദസഞ്ചാര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കോടതി നിരോധിക്കുകയും വിവാഹങ്ങളും ഔദ്യോഗിക സർക്കാർ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള വലിയ ഒത്തുചേരലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്തു. ഇന്നത്തെ യുവതലമുറകളിൽപ്പെട്ടവർ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ രംഗത്ത് വരണം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ നിരോധനം 2025 ഒക്ടോബർ 2 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവയടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. നിയമവിദ്യാർത്ഥിയായ ഗോപിക ഗിരീഷ് കുമാർ മലയോര വിനോദസഞ്ചാര മേഖലകളിൽ പ്ലാസ്റ്റിക് ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലേറ്റുകൾ, കപ്പുകൾ, സ്ട്രോ, ബേക്കറി ബോക്സുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗവും വിൽപ്പനയും കോടതി പ്രത്യേകമായി നിരോധിച്ചു. അവ നിരോധിക്കുന്നതിലൂടെ നമ്മുടെ പരിസ്ഥിതിയിൽ അവശേഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനും സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് പേപ്പർ ബാഗുകൾ, തുണി ബാഗുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറുകൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ബദലുകളുടെ ഉപയോഗം നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നമ്മുടെ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ അപകടം ഉണ്ടാക്കും. നദികൾ, കനാലുകൾ, കായലുകൾ എന്നിവിടങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുന്നതും നിർണായകമാണ്. അതിനാൽ അതിന്റെ ദോഷങ്ങളെക്കുറിച്ച് ആളുകളിൽ അവബോധം ഉണ്ടാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കുകയുമാണ് ഹരിതവും വൃത്തിയുള്ളതുമായ കേരളം നിർമ്മിക്കാൻ അത്യന്താപേക്ഷിതം. ഈ സംരംഭം വിജയകരമാക്കുന്നതിനും നമുക്കും ഭാവി തലമുറകൾക്കും മികച്ച ഭാവി സൃഷ്ടിക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കേരളത്തിലെ യുവ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓരോ വ്യക്തിക്കും ശുദ്ധമായ പരിസ്ഥിതിക്കുള്ള മൗലിക അവകാശമുണ്ടെന്നും അത് സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള കടമയുണ്ടെന്നും നാം തിരിച്ചറിയണം. ഈ വിധി നമുക്ക് ഒത്തുചേരാനും നമ്മുടെ പരിസ്ഥിതിയിൽ നല്ല സ്വാധീനം ചെലുത്താനുമുള്ള അവസരമാണ്. ഹൈക്കോടതി വിധിയുടെ പ്രാധാന്യത്തെപ്പറ്റി ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ഗിരിശങ്കർ. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപഭോഗം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ്. മനുഷ്യരാശി മാത്രമല്ല, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളും ഇന്ന് ഈ ഉപഭോഗം സൃഷ്ടിക്കുന്ന വിപത്തുകൾക്ക് അടിമപ്പെട്ട് കഴിയുന്നു. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിന സന്ദേശം തന്നെ പ്ലാസ്റ്റിക്കിന് എതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയിലാകട്ടെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഭരണഘടനാ ബന്ധിതമായിട്ടുള്ള ഒരു അവകാശമായിട്ട് വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ഒരു മൗലികാവകാശമാണ്. അതിനോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധിച്ചിട്ടുള്ള മൗലികാവകാശത്തിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി ചേർത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 വരികയും തുടർന്ന് 2016 തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതുമാണ്. എന്നാൽ അതിന്റെ ഒരു നടപ്പിലാക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ആശാവഹമായിരുന്നില്ല. 2019 കേരള സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചില നിശ്ചിത GSM താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും കുറച്ച് നിരോധനങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നാൽ അതും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലായി കണ്ടില്ല. ഭരണകേന്ദ്രങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ചില കോടതി വിധികളാണ് വ്യക്തികൾക്ക് ആശ്വാസം കൊടുക്കുന്നത്. അത്തരത്തിലൊരു വിധിന്യായമാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരള ഹൈക്കോടതി സ്വന്തം നിലയിൽ എടുത്ത ഒരു പൊതു താൽപര്യ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസിൽ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ മലയോര പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പം സർക്കാർ തുടങ്ങിയിട്ടുള്ള ബന്ധിതമായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്ന് പൊതുവിൽ പ്ലാസ്റ്റിക്കിന്റെ അനിയന്ത്രിതമായ ഉപഭോഗത്തിനെതിരെയുള്ള ഒരു സന്ദേശമായി വിധിയെ കാണാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ വികേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയും ഇതിന്റെ വളരെ വലിയ പങ്കാളിത്തം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തിക്കും ഇതിന് ചുമതലയുണ്ട്, പൗരനും ചുമതലയുണ്ട്. വിദ്യാർത്ഥികളിൽ ഈ പറയുന്ന ആശയങ്ങൾ വളരെ ആദ്യകാലങ്ങളിൽ തന്നെ നമ്മൾ കടത്തിവിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ പാഠ്യപദ്ധതികളിലും കലാലയങ്ങളിലെ പാഠ്യപദ്ധതികളിലും ഇത്തരം
പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുവാൻ വളരെയധികം ചുമതലയുള്ള നിയമ കലാലയങ്ങൾ അടക്കമുള്ളവർക്ക് തന്നെ പല ശ്രേണികളിൽ നിന്നുകൊണ്ട് ഈ ഒരു ഒറ്റ ഉദ്ദേശത്തിനേക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഒക്കെ അടക്കമുള്ളവരും സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിലുള്ള വ്യക്തികളും ഒരേ ദിശയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ നിയമങ്ങളുടെയും അതുപോലെ വിധിന്യായങ്ങളുടെയും സത്ത പൂർണ്ണമായും ജനോപകാരപ്രദമായ രീതിയിൽ നമുക്ക് ആക്കി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഭരണഘടനാ ചുമതല പോലും നമ്മൾക്കുണ്ട്. നിർദ്ദേശക തത്വങ്ങളിലും ഒപ്പം ഭരണഘടനയുടെ ചുമതല എഴുതി പ്രകാശിപ്പിച്ചിരിക്കുന്നിടത്തുമൊക്കെ തന്നെ പൗരന്റെ ചുമതലയുമായും പരിസ്ഥിതി സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വിധിന്യായം ഒറ്റപ്പെട്ട ഒരു ശബ്ദമല്ലാതിരിക്കണമെങ്കിൽ ഇതിനെ നെഞ്ചോട് ചേർത്ത് നാളത്തെ തലമുറകൾക്ക് അവർക്കും അവകാശപ്പെട്ടാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ ഇന്ന് കാണുന്ന ഒറ്റത്തവണ ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളെ കുറച്ചുകൂടെ വൃത്താകാരമായ ഒരു സമ്പദ് വ്യവസ്ഥ, അതായത് റീസൈക്കിൾ ചെയ്തും റീയൂസ് ചെയ്തും ഒക്കെയുള്ള മറ്റു പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടും വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഈ ഉപഭോഗത്തിൽ വരുത്തിക്കൊണ്ടും ഈ പ്രകൃതി നമ്മുടേതാണെന്നും നമ്മൾക്ക് വേണ്ടിയുള്ളതാണെന്നും മനുഷ്യനും സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നും നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും നിഴലിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. St. Dominic's College of Law, a Generation Next institution.